പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസിൽ പുനഃസംഘടന എത്രയും വേഗം പൂർത്തിയാക്കുമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്. 5 ജില്ലകൾ ഒഴിച്ചുള്ള എല്ലാ DCC അധ്യക്ഷന്മാരെയും മാറ്റാൻ ഹൈക്കമാൻഡുകളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നു. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും DCC അധ്യക്ഷന്മാരുടെ പേരുകളിൽ തർക്കമുണ്ട്. മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ DCC അധ്യക്ഷന്മാരെ മാറ്റില്ല. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ സംഘടനയുടെ ശാക്തീകരണം, അതെല്ലാം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അവരുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തിയത്. അതിൽ രാഷ്ട്രീയ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളും തുടർ പ്രവർത്തനങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാലാണ് ചേരുന്നത്. ശരത്ത്, അങ്ങനെ DCCകളിലും തലകൾ മാറുകയാണ്. എങ്ങനെയാണ് നീക്കങ്ങൾ, എങ്ങനെയാണ് ചർച്ചകൾ? സേതുലക്ഷ്മി, ഇത് സംബന്ധിച്ച 2 പട്ടികയാണ്. ഇത് സംബന്ധിച്ച പട്ടികയുമായിട്ടാണ് കേരളത്തിന്റെ KPCC അധ്യക്ഷൻ ഇന്ന് സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലും അതേപോലെ ദീപദാസ് മുൻഷിയുമായി ചർച്ച നടത്തിയത്. 3 മണിക്ക് തുടങ്ങിയ ചർച്ച 1 മണിക്കൂറോളം നീണ്ടു നിന്നു. ഇപ്പോൾ നിലവിലുള്ള 5 DCCകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ DCCകളിലെയും അധ്യക്ഷന്മാരെ മാറ്റുക, അതുപോലെ KPCC ട്രഷറർ അടക്കമുള്ള ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് ഉടൻ തന്നെ നോമിനേറ്റ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കമാൻഡുമായി ചർച്ചയിലുണ്ടായത്. വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഏകദേശം 6 DCCയുടെ കാര്യത്തിൽ പേരുകളിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ഒരു വ്യക്തിയും ആരായിരിക്കും DCC പ്രസിഡന്റ് എന്ന കാര്യത്തിലാണ് ഈ തർക്കം തുടരുന്നത്. ശ്രീലക്ഷ്മി, ഓക്കെ ശരത്ത്, അടുത്ത മണിക്കൂറിൽ ശരത്തിലേക്ക് വളരെ വിശദമായി തന്നെ എത്താം. ശരത്ലാലാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.